ഈ മലയാളം പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ചില കൺഫ്യൂഷൻ വരുന്ന കുറേ മലയാളം വാക്കുകളുണ്ട്. കളി, കിളി, കുളി, അതുപോലെ പല വാക്കുകളും. അതുപോലെ അറബിയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അറബിയിൽ ഇതേപോലെ ഉണ്ട്. ഇപ്പൊ കളി, കിളി, കുളിയല്ലേ, പൂർണ്ണമായും വേറെയാണ്, ചെറിയ മാറ്റല്ലേ ഉള്ളൂ. എന്നാൽ അറബിയിൽ ഒരു സാധനം ഉണ്ട്. എന്താ വെച്ചാൽ കുറെ ഉണ്ട് ഇടയിൽ. ഒന്ന് നമുക്ക് പറയാം, ബർറ് ബിർറ് ബുർറ് എന്ന് പറഞ്ഞേ. ബർറ് ബിർറ് ബുർറ്. ഓക്കെ, ബർറ് ബിർറ് ബുർറ് എന്ന് പറയും. ബർറ് എന്ന് പറഞ്ഞാൽ കര എന്നർത്ഥം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കടൽ പറഞ്ഞാൽ. അൽ ബർറു അൽ ബഹ്റു എന്ന് പറയും, കടലും കരയും എന്ന് പറയും. അപ്പൊ ബർറ് പറഞ്ഞാൽ കരയാണ്. ഇനി ബിർറ് എന്ന് പറഞ്ഞാൽ ഗുണം, നന്മ. എല്ലാ ഗുണത്തിനും പറയില്ല. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ചെയ്തു കൊടുക്കുക. അതിന് പറയുന്നതാണ് ബിർറുൽ വാലിദൈൻ എന്ന് പറയാം. ബിർറ് എന്നാണ്. ബിർറ് എന്ന ഏറ്റവും നല്ല ഗുണത്തിന് ബിർറ്. ഓക്കെ, ബുർറ് പറഞ്ഞാൽ എന്താ പറയുക, ഗോതമ്പാണ് സാധനം. ബുർറ് പറഞ്ഞാല് ഗോതമ്പാണ്. ഓക്കെ, അപ്പം ബർറ് ബിർറ് ബുർറ്. ബർറ് പറഞ്ഞാൽ എന്താണ്, കര. ഓക്കെ, ബിർറ് പറഞ്ഞാല് നന്മ, ഏറ്റവും നല്ല നന്മ ഉള്ളത്. മൂന്നാമത്തെ എന്താണ്, ബുർറ് പറഞ്ഞാൽ ഗോതമ്പാണ്. ഇനിയും അറബിയിൽ വേറെ ഉണ്ട് കേട്ടോ. ഉദാഹരണം പറയാം നമുക്ക്. ദറജും ദുർജും ഉണ്ട്. നമ്മൾ ഒരേ എഴുത്തിൽ അറബി അതാ കാണാം. ദറജ് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ദറജാണെന്ന് അറിയാം, ദറജയൊക്കെ കയറി എന്നറിയാം. ദറജ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, എന്താണ് ദറജ? ഡിഗ്രി എന്ന അർത്ഥത്തിന്, മഹത്വം, ഡിഗ്രി എന്ന്. ദറജ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം? ദറജ് പറഞ്ഞാൽ സ്റ്റെപ്പ്, കോണിന്റെ സ്റ്റെപ്പിന് എന്താ പറയാ, ദറജ് എന്ന് പറയും. ഓക്കെ, അതേ വാക്ക് തന്നെ ദുർജ് എന്ന് പറഞ്ഞ വേറെ സാധനം വന്നു. ദുർജ് എന്ന് പറഞ്ഞാൽ ഷെൽഫ് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മളൊരു മേശന്റെ ഒക്കെ ഷെൽഫില് ആ ദുർജിലുണ്ടെന്ന് പറയാ, ഷെൽഫ് എന്ന് പറയാം. അപ്പൊ ദറജും ദുർജും പിന്നെ ദറജ. ഓക്കെ, മൂന്നായില്ലേ. ഇനി അതേപോലത്തെ ഒരു വാക്കാണ് സുല്ലം എന്ന്. സുല്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിയാണ്. കോണിയാണ് സുല്ലം. അപ്പൊ നമ്മൾ ഇവിടെ കോണി ഉണ്ട്. എന്തൊക്കെ സുല്ലം ഹദീദ്, ഇരുമ്പിന്റെ കോണിയുണ്ട്. കോണിക്ക് സുല്ലം എന്ന് പറയും. അപ്പൊ അത് എഴുത്തിൽ കാണുമ്പോൾ സെല്ലം എന്ന് കണ്ടാൽ എന്താ വായിക്കുക? സെല്ലമ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നാ സെല്ലമ. വേറൊരു അർത്ഥമുണ്ട് സെല്ലമക്ക്. സലാം പറഞ്ഞു, അന്വേഷണം നടത്തി എന്നൊക്കെ സെല്ലമ എന്ന് പറയും. അപ്പൊ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിന് സെല്ലമ പറയും. അതേപോലെ തന്നെ സുല്ലം പറഞ്ഞാൽ എന്താണ്? കോണി. അപ്പൊ കുറെ വാക്കുകൾ നമ്മൾ ഉണ്ട്. ഇപ്പൊ നിങ്ങള് ഇംഗ്ലീഷ് തന്നെ പറഞ്ഞൊരു വാക്കുകൾ എന്താണ്? ഇപ്പൊ ഗ്രാമർ കേട്ടില്ലേ? അതേപോലത്തെ ഒരു വാക്ക് പറയും, ഗ്ലാമർ. കറക്റ്റാണ്. അപ്പൊ ഈ ഞാൻ കേട്ടിട്ടുണ്ട് പഴയ ആൾക്കാർക്ക്, ഇംഗ്ലീഷിലൊന്നും കഴിവില്ലാത്തവർക്ക് ഓനെ കണ്ടാ നല്ല ഗ്രാമറാണ് എന്ന് പറഞ്ഞു. ഗ്ലാമർ ആണെന്ന് പറയുന്നതിന് പകരം ഗ്ലാമർ എന്ന് പറയും. ഒരാൾ പറയും എനിക്ക് ഭാഷന്റെ ഗ്ലാമർ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുക, ഗ്ലാമർ അറിയില്ല എന്നാൽ ഗ്രാമറാണ്. അപ്പൊ ഗ്ലാമറും. ഈ അറബിയിൽ വേറെ പ്രശ്നമുണ്ട്, കെൽബും ഗൽബും ഉണ്ട്. കെൽബും ഗൽബും. കെൽബ് ഹൃദയമാണ്, കെൽബ് നായാണ്. എന്നെ വെച്ചു, കെൽബ് നായാണ്, ഗൽബ് ഹൃദയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഷയുടെ ഏത് ഭാഷയിലുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഉള്ളതുപോലെ അറബിയിൽ എത്രയോ ഉണ്ട്. അതൊക്കെ പഠിക്കാൻ അറബിക്ക് ഫോളോ ചെയ്യുക. ഓക്കെ,